നമസ്കാരം. ലോകത്തിന്റെ ഊർജ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും നിഴലിൽ നിൽക്കുമ്പോഴും സമാധാനത്തിന്റെ ഒരു പുതിയ വാതിൽ തുറക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾക്ക് പിന്നിലെ ഇറാന്റെ രാഷ്ട്രീയവും അവർ നേരിടുന്ന കടുത്ത അനീതികളും ലോകം വേണ്ടവിധം ചർച്ച ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനത ശ്വാസം മുട്ടിക്കുമ്പോൾ അവർ നടത്തുന്ന ഈ നീക്കം വെറുമൊരു ഒത്തുതീർപ്പല്ല, മറിച്ച് തങ്ങളുടെ അന്തസ്സും അതിജീവനത്തിനും ഉറപ്പാക്കാനുള്ള ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കാവുന്ന ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് ഈ സാമ്പത്തിക ഉപരോധം. ഇറാന്റെ എണ്ണവില വിപണിയെ തകർക്കുന്നതിലൂടെ ബാങ്കിംഗ് സംവിധാനങ്ങളെ തടയുന്നതിലൂടെയും ഒരു വലിയ ജനതയുടെ മൗലിക അവകാശങ്ങളാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നോട്ട് വയ്ക്കുന്ന 3 നിബന്ധനകൾ കേവലം തന്ത്രപരമായ നീക്കങ്ങളല്ല, അതൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങളാണ്. തങ്ങളുടെ തുറമുഖങ്ങൾക്കും വ്യാപാരത്തിനും മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കുക എന്നത് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും ആവശ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക എന്നത് ഇറാന്റെ കൂടി താല്പര്യമാണ്. മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് ഇറാന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് അവർക്കറിയാം. എന്തായാലും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് ശേഷം മാത്രം ആണവ ചർച്ചകൾ എന്ന നിലപാട് തികച്ചും യുക്തിസഹമാണ്. വിശക്കുന്ന വയറുമായി ചർച്ചാ മേശയിൽ ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ആർക്കും കഴിയുകയുമില്ല. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ നിർദ്ദേശങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നത് ആശ്ചര്യകരമല്ല. മാക്സിമം പ്രഷർ എന്ന നയം വഴി ഇറാനെ മുട്ടുകുത്തിക്കാം എന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ അത്ര എളുപ്പത്തിൽ കീഴടങ്ങുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആണവായുധങ്ങൾ കൈവശം വെക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതിനെ ഒരു ആയുധമാക്കി മാറ്റി ഇറാനെ വേട്ടയാടാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകൾ അമേരിക്കയുടെ കടും പിടുത്തത്തെയാണ് കാണിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക തകർച്ച ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കുകയും സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുകയും ചെയ്യുന്നു. ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് വഴി ലോകത്തിന് നഷ്ടപ്പെടുന്നത് അതിന്റെ 1/5 ഊർജ സ്രോതസ്സാണ്. ഇതിനെ ഇറാനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് നീതിയാണുള്ളത്? സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു രാഷ്ട്രവും ചെയ്യുന്ന പ്രതിരോധം മാത്രമാണ് ഇറാൻ അവിടെ കാഴ്ചവെക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പരിഹസിക്കുന്ന ട്രംപിന്റെ രീതി ചർച്ചകളെ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള തർക്കം എന്നത് ഏതൊരു ജനാധിപത്യ പ്രക്രിയയിലുമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത് ചൂണ്ടിക്കാട്ടി ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടാമെന്നാണ് അമേരിക്ക കരുതുന്നത്. സമാധാനത്തിനായി ഒരു പടി മുന്നോട്ട് വെക്കാൻ ഇറാൻ തയ്യാറാകുമ്പോൾ അതിനെ സംശയത്തോടെ വീക്ഷിക്കുന്നത് മേഖലയിലെ സമാധാനം ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സ്പഷ്ടമായ തെളിവ് കൂടിയാണ്. ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വളം, ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം എന്നിവയുടെ വില കുതിച്ചുയരുന്നത് തടയാൻ ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇറാന്റെ മേലുള്ള ഉപരോധം ലോകത്തിന്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം കൂടിയാണ് എന്ന് നമുക്ക് കരുതാം. ആണവ ചർച്ചകൾ പിന്നീടാകാം എന്ന നിർദ്ദേശം പ്രായോഗികമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ ഒരു ഉടമ്പടിയും ശാശ്വതമാകില്ല. കാരണം കയ്യിൽ സാമ്പത്തികം ഉണ്ടാകണം. ഇറാൻ ജനതയിൽ ഒരു അന്തസ്, അതായത് അന്തസ്സും അവകാശങ്ങളും മാനിക്കപ്പെടുന്ന ഒരു കരാറിലൂടെ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ട്രംപ് ഭരണകൂടം ഈ അവസരം പാഴാക്കരുത് എന്നാണ് പറയാനുള്ളത്. എന്തായാലും വെറുപ്പിന്റെയും ഉപരോധത്തിന്റെയും ഭാഷ മാറ്റി സംഭാഷണത്തിന്റെയും സഹകരണത്തിന്റെയും ഭാഷയിലേക്ക് ലോകം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹോർമോസിലെ നിശബ്ദത അവസാനിക്കട്ടെ എന്നും അവിടെ സമാധാനത്തിന്റെ കപ്പലുകൾ സഞ്ചരിക്കട്ടെ എന്ന് നമുക്ക് ആകാംക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്കത് പ്രതീക്ഷയോടെ നോക്കിക്കാണാം. ഇനിയും ഒരു യുദ്ധം വീണ്ടും ഉടലെടുക്കാതിരിക്കട്ടെ എന്ന പ്രത്യാശയോടെ നമുക്കിവിടെ നിർത്താം.